ഹരേ കൃഷ്ണ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്തഃ സ്തനയോസ്തത്വദർശിഭിഃ. ഇല്ലാത്തതായ ഒന്നിന്, അതായത് ഭൗതിക ശരീരത്തിന് നിലനിൽപ്പില്ല. എന്നാൽ സനാതനമായതിന്, അതായത് ആത്മാവിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിനു ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്ന ശരീരം ശാശ്വതമല്ല. മനുഷ്യർക്ക് ചേതന, അതായത് ശക്തി ആവശ്യമാണ്. ചേതനയും തീക്ഷ്ണമായ ഘടകങ്ങളും ചേർന്ന പ്രകൃതി ഉണ്ടാകുന്നത്. 24 വസ്തുക്കളുള്ള ശരീരത്തിൽ പുരുഷൻ്റെ അംശം, അതായത് പരമാത്മാവിൻ്റെ അംശം ചേർന്ന് ആത്മാവ് ഉണ്ടാകുന്നു. അങ്ങനെ പ്രകൃതിയും പുരുഷനും ചേർന്ന് ജീവൻ ഉണ്ടാകുന്നു. പരമാത്മാവിൻ്റെ അംശം ആത്മാവായി ശരീരത്തിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ ജീവൻ ഉണ്ടാകുന്നു. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 16 മുതൽ 30 വരെ ഭഗവാൻ ആത്മാവിനെപ്പറ്റി വിശദീകരിക്കുന്നു. ശരീരം ആത്മാവിനെ വഹിച്ചു നടക്കുന്ന ഒരു രഥമാണ്. ആത്മാവാണ് ശരീരത്തെ സ്വീകരിക്കുന്നത്. വെറും ശരീരമല്ല മനുഷ്യർ. ശരീരത്തിൻ്റെ മാധ്യമത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നു. ശരീരം നശിക്കുന്നതാണ്, എന്നാൽ ആത്മാവ് നശിക്കില്ല. ആത്മാവ് സർവവ്യാപിയാണ്. അത് പുതിയ ശരീരം സ്വീകരിക്കുന്നു. ഏതൊരുവൻ്റെയും പരമമായ ലക്ഷ്യം സ്വയം ആത്മാവിനെ തിരിച്ചറിയുക എന്നതാണ്. അംഗവൈകല്യമുള്ള ആളുകളും ഇവിടെ ജീവിക്കുന്നു. സ്വയം ആത്മാവാണെന്ന് തിരിച്ചറിയുന്നതാണ് ആത്മാവിൻ്റെ ലക്ഷ്യം. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭുക്ത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. പരമപുരുഷൻ്റെ സൂക്ഷ്മാണുപ്രായങ്ങളായ ആത്മാക്കൾ ഗുണങ്ങളിൽ പരമാത്മാവിനെ പോലെയാണ്. ശരീരത്തിലെന്ന പോലെ അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ആത്മാവ് കൂടസ്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 6 വിധം മാറ്റങ്ങൾക്കധീനമാണ് ശരീരം. അത് നമ്മുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്നു. കുറച്ചു ദിവസങ്ങൾ അവിടെ കഴിച്ചുകൂട്ടിയ ശേഷം ഭൂമിയിൽ ജനിക്കുന്നു, വളരുന്നു, ചിലതെല്ലാം ചെയ്യുന്നു, ക്ഷയിക്കുന്നു, കാലയവനികൾക്കുള്ളിൽ മറയുന്നു. ആത്മാവാകട്ടെ ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയനല്ല, ജനിക്കുന്നതുമില്ല. ആത്മാവ് ഒരു ശരീരം കൈക്കൊള്ളുന്നതുകൊണ്ട് ആ ശരീരമാണ് പിറക്കുന്നത്. ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതും ആത്മാവല്ല. ജനനമുള്ളതെന്തിനും മരണമുണ്ട്. ആത്മാവിന് ജനനമില്ലാത്തതിനാൽ ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലഭേദങ്ങളുമില്ല. ശാശ്വതനും ആദിമനുമാണ് ആത്മാവ്. അതിൻ്റെ ഉൽപ്പത്തി എന്താണെന്ന് ചരിത്രത്തിനറിഞ്ഞുകൂടാ. ദേഹാവബോധത്താൽ ആത്മാവിനെ ജനനാദികളെക്കുറിച്ച് നാം അന്വേഷിക്കുന്നു. ശരീരത്തിനെ എന്ന പോലെ ആത്മാവിനെ ഒരിക്കലും വാർദ്ധക്യം ബാധിക്കുന്നില്ല. അതുകൊണ്ട് കിഴവനെന്ന് കരുതപ്പെടുന്ന ആൾക്ക് തനിക്ക് ബാല്യത്തിലും യൗവനത്തിലും ഉണ്ടാകുന്ന അതേ ആവേശം ഇന്നുമുണ്ടെന്ന് തോന്നുന്നു. ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ആത്മാവിനെ ബാധിക്കില്ല. ഏതെങ്കിലും ഭൗതിക വസ്തുവിനെ പോലെയോ ഒരു പടുമരത്തെ പോലെയോ ആത്മാവ് ക്ഷയിക്കുന്നുമില്ല. ആത്മാവിന് ഉപോത്പന്നങ്ങളുമില്ല. ശരീരത്തിൻ്റെ ഉപോത്പന്നങ്ങളായ സന്താനങ്ങളും വെവ്വേറെ ആത്മാക്കളത്രേ. ശാരീരിക ബന്ധം കൊണ്ട് അവർ ഒരു പ്രത്യേക വ്യക്തിയുടെ മക്കളെന്നറിയപ്പെടുന്നു. ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ശരീരം വളരുന്നതെങ്കിലും ആത്മാവിന് ഉപോത്പന്നങ്ങളില്ല, മാറ്റവുമില്ല. അതുകൊണ്ട് 6 ശാരീരിക പരിണാമങ്ങളിൽ നിന്ന് മുക്തനാണത്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനന്യാനി സംയാതി നവാനി ദേഹി. പഴയ ഉടുപ്പുകൾ മാറ്റി പുതിയവ
എടുത്ത് അണിയുന്നതുപോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. പരബ്രഹ്മം പുരുഷനും പ്രകൃതിയുമായി മാറുന്നു. പുരുഷൻ, അതായത് പരമാത്മാവിൻ്റെ അംശം, പ്രകൃതിയുടെ ഓരോ വസ്തുക്കളിലും ജീവിക്കുവാൻ ആരംഭിക്കുന്നു. ആത്മാവിനെ മോഹവും അന്ധകാരവും വലയം ചെയ്യപ്പെട്ട് അതിൻ്റെ കർത്തവ്യം മറന്ന് ജീവിക്കേണ്ടി വരുന്നു. ആത്മാവിൻ്റെ കർത്തവ്യം എന്തെന്നാൽ ആ മോഹത്തിൽ നിന്നുണർന്ന് പരമാത്മാവിൻ്റെ അംശം എന്ന് തിരിച്ചറിയുക. പ്രകൃതിയുടെ 24 പദാർത്ഥങ്ങളിൽ പുതഞ്ഞുകിടക്കുന്ന ആത്മാവ് പരമാത്മാവിൻ്റെ അംശമാണെന്ന് മനസ്സിലാക്കുന്നില്ല. എങ്ങനെയെന്നാൽ ഒരു രത്നം മണ്ണിൽ കിടന്നാൽ പ്രകാശിക്കാത്തതുപോലെ സത്തയും ദേഹവും ഭിന്നമാണെന്ന് മനസ്സിലാക്കാതെ ശരീരത്തെ പോഷിപ്പിച്ചു കഴിയുന്നു. പരിവർത്തനത്തിനു പോലും തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ആത്മാവിനെ ഉണർത്താൻ ശിക്ഷ നൽകേണ്ടതാണ്. അത്യാവശ്യമായ ഘടകമാണിത്. ഈ ശരീരം മൃത്യു വരിക്കും, എന്നാലും അമരത്വമുണ്ടാകും. ഒരു ശരീരം നശിക്കുമ്പോൾ വേറെ ശരീരത്തെ സ്വീകരിക്കുന്നു. ധർമ്മം സ്വീകരിക്കുന്നതുവരെ ജന്മമെടുത്തു മൃത്യു സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ബ്രഹ്മവിദ്യ. ജന്മമെടുത്തിട്ടുണ്ടെങ്കിൽ മൃത്യു ഉണ്ടാകും. ഇതാണ് സാഖ്യയോഗം. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി.